അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫീനോൾസിൻ്റെ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫീനോൾ? ബെൻസീൻ റിങ്ങിലേക്ക് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് ഫീനോൾസ് എന്ന് വിളിക്കുന്നത്. ഫീനോളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവയുടെ കോമൺ നെയിമും അതുപോലെ തന്നെ IUPAC നെയിമും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഫീനോളുകളുടെ നോമൻക്ലേച്ചർ ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ചില എക്സാമ്പിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കോമ്പൗണ്ടിനെ ഫീനോൾ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും ഫീനോൾ എന്ന് തന്നെയാണ്. അടുത്ത എക്സാമ്പിളിലേക്ക് കടന്നാൽ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കൂടാതെ അതേ റിങ്ങിൽ തന്നെ CH3 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് OH ഗ്രൂപ്പ് കൂടാതെ മീഥൈൽ ഗ്രൂപ്പ് എന്ന സബ്സ്റ്റൻറ്റ് കൂടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഫസ്റ്റ് കാർബൺ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല സബ്സ്റ്റുവൻസ് വരുമ്പോൾ അവയ്ക്കും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമുക്ക് കാർബൺ ചെയിനെ നമ്പർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബണിനെ 2 എന്ന നമ്പർ കൊടുക്കാം. ബാക്കിയുള്ള കാർബൺ ആറ്റംസിനെ നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കൂ. ഇവിടെ ഉള്ള ബെൻസീൻ റിങ്ങിലെ സെക്കൻഡ് പൊസിഷനിൽ CH3 ഗ്രൂപ്പ് എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് 2-മീഥൈൽ ഫീനോൾ എന്നാണ്. ഇതൊരു ഫീനോളാണ്. ബെൻസീൻ റിങ്ങിൽ OH ഉണ്ട്. OH കൂടാതെ സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2-മീഥൈൽ ഫീനോൾ എന്ന് വിളിക്കുന്നു. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എങ്ങനെയാണ് വരിക എന്ന് നോക്കൂ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം CH3 ഗ്രൂപ്പും OH ഗ്രൂപ്പും അടുത്തടുത്ത പൊസിഷനുകളിലാണ് അല്ലേ. 1-2 പൊസിഷനുകളായിട്ടാണ് OH ഗ്രൂപ്പും CH3 ഗ്രൂപ്പും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ നമുക്ക് ഓർത്തോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓർത്തോ 1-2 പൊസിഷനിൽ സബ്സ്റ്റൻസ് വരുമ്പോൾ നമ്മളതിനെ ഓർത്തോ എന്ന് വിളിക്കുന്നു. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ഓർത്തോക്രസോൾ. ഓർത്തോക്രസോൾ. അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. ബെൻസീൻ റിങ് OH ഗ്രൂപ്പുമായിട്ടും CH3 ഗ്രൂപ്പുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബണിന് 1 എന്ന നമ്പർ കൊടുക്കണം. CH3 ഗ്രൂപ്പിന് പരമാവധി പറ്റുന്നതിൽ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇങ്ങനെ നമ്പർ ചെയ്താൽ 2, 3, 4, 5 എന്നാണ് വരിക. ഇങ്ങനെ ചെയ്യുമ്പോഴോ 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ CH3 ഗ്രൂപ്പിന് 3 എന്ന ലോവസ്റ്റ് നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നോക്കൂ. 3-മീഥൈൽ ഫീനോൾ അല്ലേ. 3-മീഥൈൽ ഫീനോൾ. ഇവിടെ CH3 ഗ്രൂപ്പും OH ഗ്രൂപ്പും തമ്മിൽ 1-3 പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ മെറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടാണ് മെറ്റാക്രസോൾ. എങ്ങനെയാണ് മെറ്റാക്രസോളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതുക? M ക്രസോൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. അടുത്ത എക്സാമ്പിളിലും ബെൻസീൻ റിങ്ങിൽ ഒരു CH3 ഗ്രൂപ്പും OH ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇവ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബണിൻ്റെ നമ്പർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്. ഇവിടെ നമുക്ക് കാണാം ബെൻസീൻ റിങ്ങിലെ ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലുമാണ് സബ്സ്റ്റുവൻ്റ് ഉള്ളത് അല്ലേ. ഫസ്റ്റ് പൊസിഷനിൽ OH ഗ്രൂപ്പും ഫോർത്ത് പൊസിഷനിൽ എന്താണ് മീഥൈൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ എങ്ങനെയാണ് പേര് എഴുതുക? 4-മീഥൈൽ ഫീനോൾ എന്ന് വിളിക്കാം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എങ്ങനെയായിരിക്കും വരിക? 1-4 പൊസിഷനിൽ സബ്സ്റ്റൻസ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടുകളെ പാര എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെയിമാണ് പാരാക്രസോൾ. ഈ പാരാക്രസോൾ എന്ന് നമുക്ക് എങ്ങനെയാണ് എഴുതി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? P എന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. P ഒരു ഹൈഫൺ ക്രസോൾ എന്ന് ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോമ്പൗണ്ടുകളുടെ IUPAC നോമൻക്ലേച്ചറും അതുപോലെ തന്നെ കോമൺ നെയിമും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയിലെല്ലാം തന്നെ ഓരോ OH ഗ്രൂപ്പുകളാണ് കാണപ്പെടുന്നത്. ഈ OH ഗ്രൂപ്പുകളെ കൂടാതെ തന്നെ ചില സബ്സ്റ്റുവൻസും കണ്ടു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതുപോലെയുള്ള ഫീനോളുകളിൽ തന്നെ ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെയാണ്. നമുക്ക് ആ എക്സാമ്പിളിലേക്ക് കടക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബെൻസീൻ റിങ്ങിലേക്ക് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീനോൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇവയുടെ IUPAC നോമൻക്ലേച്ചർ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം.
ബെൻസീൻ റിങ്ങിലുള്ള OH ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിനെ നമുക്ക് നമ്പർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയ്ക്ക് എപ്പോഴും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം. ഇവിടെ നമുക്ക് കാണാം ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഫസ്റ്റ് പൊസിഷനിലും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതുക എന്ന് നോക്കൂ. ബെൻസീൻ റിങ്ങിലേക്കാണ് 2 OH ഗ്രൂപ്പുകൾ റിപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ് എന്നും ഓൾ എന്ന സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനാൽ ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ വരുന്നത് ബെൻസീൻ 1 2 ഡൈ ഓൾ എന്നാണ്. ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിൽ 2 OH ഗ്രൂപ്പുകൾ വീതമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ 1 2 ഡൈ ഓൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമിലേക്ക് കടക്കുമ്പോൾ ഒരു ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പുകൾ അടുത്തടുത്ത പൊസിഷനിൽ 1 2 പൊസിഷനിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന കോമൺ നെയിമാണ് കാറ്റക്കോൾ എന്നത്. കാറ്റക്കോൾ. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് കടന്നാലോ. ബെൻസീൻ റിങ്ങിലേക്ക് വീണ്ടും 2 OH ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവയുടെ പൊസിഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ ഫസ്റ്റ് തേർഡ് പൊസിഷനിലാണ് കാണപ്പെടുന്നത്. 1 3 പൊസിഷനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെ വരും? ബെൻസീനിൽ 2 OH ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ പൊസിഷൻ ഏതൊക്കെയാണ്? 1ഉം 3യുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരാണ് ബെൻസീൻ 1 3 ഡൈ ഓൾ എന്നുള്ളത്. ബെൻസീൻ 1 3 ഡൈ ഓൾ. എന്തിനാണ് ഡൈ എന്ന ടേം ഉപയോഗിക്കുന്നത്? 2 OH ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് 1 3 ഡൈ ഓൾ എന്ന് എഴുതുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമിനെ പറ്റി ചിന്തിക്കുമ്പോൾ OH ഗ്രൂപ്പുകൾ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലുമാണ്. അതായത് മെറ്റാ പൊസിഷനിലാണ് 2 OH ഗ്രൂപ്പുകൾ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമാണ് റിസോസിനോൾ. പ്രത്യേകം ഓർക്കണം, ഒരു ബെൻസീൻ റിങ്ങിലേക്ക് OH ഗ്രൂപ്പുകൾ 1 3 പൊസിഷനിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയുടെ കോമൺ നെയിമാണ് റിസോസിനോൾ. അടുത്ത എക്സാമ്പിളിലേക്ക് കടന്നാലോ. അടുത്ത എക്സാമ്പിളിൽ ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവയുടെയും പൊസിഷൻ ഒന്ന് നോക്കൂ. 1 2 3 4 5 6 അല്ലേ. ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലുമാണ് OH ഗ്രൂപ്പുകൾ കാണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ IUPAC നെയിം വരുന്നത്? ബെൻസീൻ 1 4 ഡൈ ഓൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ബെൻസീൻ്റെ ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും ഓരോ OH ഗ്രൂപ്പുകൾ വീതമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരാണ് ബെൻസീൻ 1 4 ഡൈ ഓൾ. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം എങ്ങനെയായിരിക്കും വരിക? 1 4 പൊസിഷൻ എന്ന് പറയുമ്പോൾ പാരാ പൊസിഷനിലാണ് അല്ലേ 2 OH ഗ്രൂപ്പുകൾ ഇരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമാണ് ക്യുനോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്യുനോൺ. ക്യുനോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്യുനോൺ. ഇപ്പോൾ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള OH ഗ്രൂപ്പുകളുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അവയുടെ പേരും മാറുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവയുടെ കോമൺ നെയിമും IUPAC നെയിമും വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതായിട്ട്.